ഹായ് ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇച്ചിരി നേരത്തെയാണ് എൻ്റെ പാചകം തുടങ്ങാൻ പോകുന്നത്. എനിക്ക് ഒരു പാചകം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഒരു സ്ഥലം വരെ പോകണം. ഇപ്പോൾ 10 മണി കഴിഞ്ഞതേ ഉള്ളൂ. അതാണ് ഞാൻ ഗുഡ് മോർണിംഗ് പറയുന്നത് കേട്ടോ. അതെല്ലാവരും എൻ്റെ വീഡിയോസ് കാണുന്നവർ ശ്രദ്ധിക്കണം. എനിക്ക് ഈ പാചകം എല്ലാം ചെയ്ത് ഊണൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒരു സ്ഥലം വരെ അത്യാവശ്യമായിട്ട് പോകണം. അതുകൊണ്ട് 10 മണി കഴിഞ്ഞതിന് ശേഷം എടുക്കുന്ന വീഡിയോ ആണ്. അതാണ് പെട്ടെന്ന് ഞാൻ ഗുഡ് മോർണിംഗ് പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമുണ്ടോ? ഇന്നത്തെ ഞങ്ങളുടെ പാചകം ചക്കക്കുരു ചുരണ്ടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ മുരിങ്ങയ്ക്ക ഇനിയിപ്പം കൊണ്ടുവരും. മുരിങ്ങയ്ക്കായും തക്കാളി പച്ചമുളകും എല്ലാം ചേർത്ത് അതൊരു കറിക്കൂട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇത് കണ്ടോ, സവാളയുണ്ട്, കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി, ചെറിയ ഉള്ളി, ഇത്ര ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതെന്തിനാന്ന് കാണണ്ടേ? എൻ്റെ വീഡിയോസ് എല്ലാവരും വൈൻഡപ്പ് ചെയ്യാതെ കാണണം. എൻ്റെ പഴയ ചാനൽ പോയി പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി എൻ്റെ ഈ ചാനൽ മുന്നോട്ട് പോകാൻ പറ്റും. അതുപോലെ എനിക്ക് ലൈവുണ്ട്. ലൈവിൽ വന്ന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. രാവിലെ 8 മണിക്ക് ശേഷം ലൈവുണ്ട്, വൈകുന്നേരം 3 മണിക്ക് ശേഷം ലൈവുണ്ട്, രാത്രി 8:30ക്ക് ശേഷം ലൈവുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്താലേ എനിക്ക് ഇനി മുന്നോട്ട് വരാൻ പറ്റൂ. എനിക്ക് ആദ്യം 2000 സബ് അടുത്ത് വന്നതാണ്, മോർണിംഗ് ആവാനുള്ളായിരുന്നു. അപ്പോൾ ആ ചാനൽ എനിക്ക് നഷ്ടപ്പെട്ടു. ഇത് പുതിയ ചാനലാണ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാൻ. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദി. ഇതുവരെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു. എല്ലാവരോടും ഞാൻ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇതെന്താണെന്ന് നോക്കാമല്ലോ. ഇത് നോക്ക്, വലിയ കൊഞ്ച് കിട്ടിയാണ്. ഇച്ചിരി നേരത്തെ വാങ്ങിച്ചു വെച്ചതാണ്, തലേന്നേ വാങ്ങിച്ചു വെച്ചതാണ് കേട്ടോ. അതാണ് ഈ രാവിലെ ഇത് പാകം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് രാത്രി വാങ്ങിച്ചു വെച്ചുകൊണ്ട് എനിക്കിപ്പോൾ നേരത്തെ കറി വെക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ഈ കൊഞ്ചൊന്നും ഫ്രഷാക്കി എടുത്തിട്ടില്ല. അതൊന്ന് ഫുള്ള് നാച്ചുറലായിട്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വേണം ഇതിനെ ഒന്ന്. ഇപ്പോൾ നമ്മൾ ചെറിയ ഉള്ളി, സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇപ്പോൾ നമ്മളെ കൊഞ്ചെല്ലാം വിളിച്ച് ഫ്രഷാക്കി വെച്ച് തലയൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. തലയെല്ലാം ഒരുമാതിരി ചപ്പിച്ചണിങ്ങണങ്ങായിപ്പോയി. കാരണം തലേന്നേ മേടിച്ച് വെച്ചേ ഫ്രിഡ്ജിലേ. സാധാരണ എനിക്ക് കൊഞ്ചിൻ്റെ തല ഇഷ്ടമാണ്, ഞാൻ എടുക്കും, കളയത്തില്ല. ചെറുതായാലും എടുക്കും. അപ്പോൾ ഒരുവിധം നല്ലൊരു വലിപ്പമൊക്കെ ഉള്ള കൊഞ്ചായിരുന്നു, പക്ഷേ തല എടുത്തില്ല. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട്. ഉള്ളി സൈഡിൽ നിന്ന് നീക്കി വെച്ചിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുക്കും. ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കാണണം, കമൻറ്റ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ പഴയ ചാനൽ പോയി വീണ്ടും പറയാനും പുതിയ ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം. അപ്പോൾ നമ്മുടെ കൊഞ്ചിങ്ങനെ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ചേർത്ത് ഇനി വെന്ത് വന്നില്ല, എല്ലാം റെഡിയാക്കിയതേ ഉള്ളൂ. കുരുമുളക്, മസാലപ്പൊടി എല്ലാം ചേർത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, കറിവേപ്പില, തക്കാളി, പാകത്തിന് ഉപ്പ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണേ.
ചക്കക്കുരു മുരിങ്ങയ്ക്കായി ചക്കക്കുരു സെപ്പറേറ്റായിട്ട് വേവിച്ചത് കേട്ടോ. അപ്പോൾ നമ്മളെ ഊണൊക്കെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണാം, കമൻറ്റ് ഇടണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാചകം ഇതാണ്. ചക്കക്കുരു മുരിങ്ങയ്ക്കായും തക്കാളി പച്ചമുളകിട്ട് വെള്ളക്കറി, ഒഴിച്ചകറി എന്നും പറയും. അപ്പോൾ നമ്മൾ കൊഞ്ച് തീയൽ, പപ്പടം ഉണ്ട്, തൈരുണ്ട്. ഇന്നത്തെ ഊണ് ഇത്രയൊക്കെയാണ്. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കിനിയും മുന്നോട്ട് വരാൻ പറ്റൂ. ഓക്കെ, ഞാൻ എൻ്റെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കേ.